അങ്ങനെ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട വമ്പൻ അടികളാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് വേണമെങ്കിൽ തിന്നിട്ട് പോടാ. നമ്മൾ വീട്ടിലൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയത്തില്ലേ, ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്ന മക്കളെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരോടും അങ്ങനെയൊക്കെ പറഞ്ഞു കാണും അല്ലേ. വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു, വേണമെങ്കിൽ എടുത്ത് നക്കിയിട്ട് പോടാ എന്ന് പറയുന്ന പോലാണ് നെവിൻ്റെ. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നെവിൻ്റെ വീടാണല്ലോ. ബിഗ് ബോസ് എന്ന് പറയുന്നത് നെവിൻ്റെ വേണ്ടപ്പെട്ടവരാണല്ലോ. നെവിൻ്റെ, അക്ബറിൻ്റെ, ആര്യൻ്റെ അവരാണല്ലോ ക്യാപ്റ്റൻ. അവർ 3 പേരും കൂടെ തീരുമാനിക്കും ഇവിടെ എന്തുണ്ടാകും, എന്തുണ്ടാക്കണം. അന്നേരം ആ നെവിൻ പറയുന്നത് കേട്ടു, വൈകുന്നേരം നമ്മൾ കഞ്ഞി പയറ് പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല, കഞ്ഞിക്കകത്ത് പയറിട്ട് വേണമെങ്കിൽ എടുത്ത് നക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതെന്നറിയില്ല. ഏതായാലും നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് നെവിൻ അവിടെ കിടന്നുറങ്ങാം, ആര്യൻ അവിടെ കിടന്നുറങ്ങാം, അതൊന്നും ചോദിക്കാൻ ആരുമില്ല. അവരാരും പുറത്താകത്തില്ല. അവരെന്ത് തെറ്റ് കാണിച്ചാലും ലാലേട്ടനെ കൊണ്ടും ചോദിപ്പിക്കത്തില്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും ക്യാപ്റ്റനായി, 3 പേരും മത്സരിക്കാൻ തീരുമാനിച്ചു. 3 പേരെ ക്യാപ്റ്റൻസി നോമിനേഷന് വന്നല്ലോ. അപ്പം ബിഗ് ബോസ് ആകെ 9 പേരേ ഉള്ളൂ. ബിഗ് ബോസ് പറയുന്നു ഒരു 7ൻ്റെ പണിയെന്ന്. എന്തോ 7ൻ്റെ പണി? ഏതായാലും ഇവരെ 3 പേരെയും കൂടെ ക്യാപ്റ്റനാക്കി. കാരണം ആരെങ്കിലും തോറ്റു കഴിഞ്ഞാൽ ഒരാൾക്ക് വിഷമം വന്നാലോ. കാരണം 3 പേരും ബിഗ് ബോസിൻ്റെ മക്കളല്ലേ, ബാക്കി എല്ലാവരും വേറെ ആൾക്കാരല്ലേ. അങ്ങനെ 9 പേരെ നോക്കാൻ വേണ്ടി, 9 പേരേ ഉള്ളൂ ആകെ, ബാക്കിയുള്ള 6 പേരെ നോക്കാൻ വേണ്ടി 3 ക്യാപ്റ്റൻ. ഈ 3 പേരും അടുക്കളയിൽ കയറി. കിച്ചണിൽ കയറി കഴിഞ്ഞപ്പോൾ നിസാര സംഭവമല്ലല്ലോ, കിച്ചണിൽ വല്ലതൊക്കെ ചെയ്യണ്ടേ. ഇവർ വിചാരിച്ച് ഈസിയാണ്, വല്ലതൊക്കെ തിന്നുകൊണ്ടിരിക്കാമെന്നൊക്കെയാണ് നെവിൻ വിചാരിച്ചത്. പക്ഷേ ഇന്നലെ 2 നേരം ആഹാരം, സമയത്തിന് ആഹാരമില്ല. രാവിലത്തെ ആഹാരം ഉച്ചക്കലത്തെ ആഹാരം വൈകുന്നേരം, അന്നേരം വൈകുന്നേരം ആഹാരമില്ല. അതേ അവസ്ഥ മാറി. അങ്ങനെ കഴിഞ്ഞപ്പം ആരിനും അക്ബറിനും ഒന്നും ചെയ്യാൻ ആണോ എന്നറിയില്ല. ഏതായാലും അവർ മാറി നിൽപ്പുണ്ട്. നെവിനാണ് സത്യം പറഞ്ഞാൽ കഷ്ടപ്പെടുന്നത്. ഉണ്ടാക്കുന്നിടത്ത് ഷാനവാസ് അവിടെ പോയിരുന്ന് നെവിനുമായിട്ട് വളരെ കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ചോറും ഒരു കറിയല്ലേ, ഒരു തോരനോ ഒരു മെഴുക്ക് പുരട്ടിയോ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും. ഉപ്പേരി എന്ന് പറഞ്ഞാൽ മെഴുക്ക് പുരട്ടിയാണ്, നമ്മുടെ ഭാഷയിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യത്തിന് സാധനം ഇരിക്കുന്നു. കാബേജൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്നു, തക്കാളി, കാബേജ്, ക്യാരറ്റ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. അപ്പം നെവിൻ പറയുന്നു ഇതേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ചോറും ഒരു കറിയും ഉണ്ടാക്കി തരും, വേണമെങ്കിൽ കഴിച്ചിട്ട് പോകും എന്ന് പറയും. അപ്പം നമ്മുടെ ഷാനവാസ് ബഹളമായി. കാരണം ഈ ആഹാരം കഴിച്ചിട്ട് വേണമെങ്കിൽ പോയി നീ ടാസ്ക് ചെയ്യടാ എന്നാണ് പറയുന്നത്. എന്താണെന്നറിയാം, നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് സ്വന്തം വീടല്ലേ അല്ലേ, നെവിൻ്റെ സ്വന്തം വീടല്ലേ, അത് നെവിൻ്റെ സ്വന്തം വീട് പോലെ ആടേ. കാരണം നെവിന് കിടന്നുറങ്ങാം, നെവിന് എന്ത് കുറ്റം പറയാം, അനിമോളെ ചീത്ത വിളിക്കാം, അതൊന്നും ആരും ചോദിക്കത്തില്ല. നെവിൻ്റെ വീട് പോലെ. നെവിൻ പറയുന്നു ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണ്, കിച്ചൺ ക്യാപ്റ്റനാണ്, ഞാൻ തീരുമാനിക്കും ഇവിടെ എന്ത് വേണമെന്ന്. ഏതായാലും ഷാനവാസ് ശരിക്കും കൊടുക്കുന്നുണ്ട്. ചെറ്റ വർത്തമാനം പറയരുത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീത്ത വർത്തമാനം പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്യുന്ന കാണാം. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കങ്ങ് പറഞ്ഞു. ഷാനവാസ് പറയാവുന്നതിൻ്റെ എല്ലാം പറഞ്ഞു. 5ഉം 6ഉം കൂട്ടാനൊക്കെ കൂട്ടി ചോറുണ്ടോണ്ടിരുന്നതാണ്. അപ്പോഴും നെവിൻ ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. നെവിൻ കൂട്ടാൻ ഉപ്പ് പോരാ, മറ്റേതൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന 3 പേരാണ് ആര്യനെ, നമ്മുടെ അക്ബർ, നെവിന്. ഇപ്പോൾ അവർക്ക് ഒരു കൂട്ടാൻ മതി എന്നാണ് പറയുന്നത്. എഫാൻ ഇത് കേട്ടോണ്ട് ആര്യം പോയിരിക്കുമ്പോൾ കാബേജ് അരിയെടുത്ത് അരിയുന്നുണ്ട്. അത്രയും നേരം ആര്യനും അക്ബറും ഒക്കെ ഒരിടത്ത് ചടഞ്ഞുകൂടി ഒരിടത്ത് ഇരുന്നുകൊണ്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആര്യൻ ഇത് കേട്ട ഉടനെ പോയി കാബേജ് എടുത്തിട്ട് അരയുന്നുണ്ട്, തോരൻ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അനിമോളൊക്കെ അനിമോൾ തന്നെയല്ല, ബിന്നി ആയാലും അവരൊക്കെ കിച്ചണിൽ കയറുമ്പം ആഹാരം എല്ലാ നേരവും ആഹാരം കിട്ടിയിരുന്നു. കൂട്ടാൻ്റെ എണ്ണം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല, എന്നാലും 2-3 കൂട്ടാനൊക്കെ സ്ഥിരമായിട്ട് വെക്കാറുണ്ട്. ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ ഒരു കൂട്ടാനൊക്കെ സാധാരണ വെക്കുന്നത്. ഇത് നെവിൻ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കി തരും, വേണമെങ്കിൽ കഴിച്ചിട്ട് പോകും. പക്ഷെ നേരത്തെ ഒന്നും നെവിൻ അങ്ങനെയല്ല പറഞ്ഞത്. അനിമോളോടൊക്കെ ചോദിച്ചു നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഇത്, ഞങ്ങൾ ബിഗ് ബോസിലൊരു മത്സരാർത്ഥിയാണ്, അവൾ ഉണ്ടാക്കും, നിനക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തരണം, ഞങ്ങളെ നോക്കാൻ വേണ്ടിയാണ് കിച്ചൺ ടീമിനെ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നെവിൻ ഇപ്പം നേരെ തിരിഞ്ഞു, ഞങ്ങളുണ്ടാക്കും, നിങ്ങൾ വേണമെങ്കിൽ വെച്ച് കഴിച്ചിട്ട് പോകും എന്ന് പറയാം.
എന്നിട്ട് അക്ബറിനോട് പറയുന്നു നമുക്ക് ഇഷ്ടപ്പെടുന്നേ വെക്കാൻ പറ്റത്തുള്ളൂ, ഞാൻ കിച്ചൺ ടീമിൻ്റെയും ഈ ഔഫിൻ്റെയും ക്യാപ്റ്റനാണ്, ഞാൻ തീരുമാനിക്കും എന്ത് കഴിക്കണം എന്ന്. നീ ചെറ്റവർത്തമാനം പറയടാ എന്ന് പറയുന്നു ഷാനവാഫ്. ചെറ്റവർത്തമാനം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ പറയാൻ പറ്റിയത്, ബാക്കി എല്ലാം മ്യൂട്ട് ചെയ്താണ് കേട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയുടെ പ്രശ്നം. ഏതായാലും അനുമോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അനുമോളെ കാണുന്നതന്നെ നെവിന് ഇതാണല്ലോ. അനുമോൾ പറയുന്നുണ്ട് ആഹാരം സമയത്ത് നേരെ ഉണ്ടാക്കി തന്നോണം എന്ന് പറയുന്ന അനുമോളെ കാണും. നീ ഓടി എന്ന് പറയുന്നുണ്ട്. നീ ഓടാന്ന് പറയുന്നത് നിൻ്റെ വീട്ടിൽ ഉള്ളവരെ വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഏതായാലും കളി കാര്യമായിരിക്കുകയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആഹാരം ഉണ്ടാക്കാൻ വയ്യ, സാധനങ്ങൾ ആവശ്യത്തിനുണ്ടേ. കാരണം ഈ ഒരു വശത്ത് നിന്ന് ആഹാരം ഉണ്ടാക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന പോലല്ല ഇത്. ഈ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ എപ്പോഴും പണിയാണ്. ഇത് 3 പേരുണ്ട്, എനിക്ക് തോന്നുന്നു 21, 22 ആൾക്കാരുള്ള ഇവിടെ അനുമോളും 2-3 പേരും മാത്രമാണ് ഈ ആഹാരമൊക്കെ ഉണ്ടാക്കി സമയകാലത്ത് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടെടുത്ത്. ഇത് 9 പേർക്ക് ആഹാരം ഉണ്ടാക്കിയവർക്ക് കഴിയുന്നില്ല. ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാം, ഇവർക്ക് കൃത്യമായിട്ട് ആഹാരം കിട്ടണം. അത് എങ്ങനെങ്കിലുമൊക്കെ കിച്ചൺ ടീമിലായതുകൊണ്ട് അവരെതെങ്കിലുമൊക്കെ ഈ അരിയുന്നതും ഒക്കെ നുള്ളിപ്പറക്കി തിന്നുകൊണ്ടിരിക്കുന്നത് കാണാം. കാരണം അവർക്ക് വിശക്കത്തില്ല. നെവിനൊക്കെ 2 തക്കാളി അരിഞ്ഞു കഴിഞ്ഞാൽ 1 കഷ്ണം അകത്താക്കും. ആ അവസ്ഥയാണ് അക്ബറായത്. അപ്പോൾ അവർക്ക് സാധാരണ വിശക്കത്തില്ല. കാരണം ഇവർ ഇതൊക്കെ തിന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർ വായു കയറി, നൂറയൊക്കെ വായു കയറി ഗ്യാസിൻ്റെ ഗുളിക തന്നെ മേടിക്കേണ്ടി വന്നു. ആ അവസ്ഥയിലായി. കാരണം ആഹാരമില്ല, വല്ലാത്ത അവസ്ഥ. ഈ കിച്ചൺ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതേ അവസ്ഥ തന്നെയാണ്. ഏതായാലും ഷാനവാഫ് ആകെപ്പാടെ ഉടക്കി, നെവിൻ നമ്മുടെ അനുമോൾ ഉടക്കി, നോറ ഉടക്കി, അതുപോലെ എല്ലാവരും ഉടക്കിലാണ്. അനീഷ് എല്ലാവരും പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അനീഷ് ഏതായാലും കൂളായിട്ട് അവിടെ നിൽക്കുന്നു. പക്ഷേ നോമിനേഷനിൽ അനീഷ് കൃത്യമായിട്ട് പറയാനുള്ളത് പറയും എന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ലാതെ അനീഷ് നിൽക്കുന്നുണ്ട്. എല്ലാവരും പിടിച്ചു മാറ്റാൻ വേണ്ടി അനീഷ് നിൽക്കുന്നുണ്ട്. ഏതായാലും അനീഷ് ഇനി എപ്പോഴാണെന്നറിയില്ല. സാബുമോൻ പറയുന്നുണ്ട് അവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു ധാർഷ്ട്യമാണ്, അവർ വിവരമില്ല ഷാനവാഫിക്ക എന്നൊക്കെ നമ്മുടെ സാബുമോനും പറയുന്നുണ്ട്. ഏതായാലും എല്ലാവരും കട്ടക്കലിപ്പിലാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമാണ്. നെവിൻ്റെ കളികൾ ഇച്ചിരി കൂടുന്നുണ്ട്. നെവിൻ ഏതാണ്ട് ഒരു കൊച്ചു ബിഗ് ബോസ് ആണ് നെവിനാണെന്നൊരു ധാരണയാണ്. വയറുമൊക്കെ കുലുക്കി ഒരു പോക്കാണ്. എന്നാലും നെവിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, നെവിന് എന്തോ ഒരു സംഭവമാണ്. നെവിന് വിചാരിക്കുന്ന പുറത്തും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, ഞാൻ പറയുന്നതെല്ലാം ഭയങ്കര തമാശയാണെന്നൊക്കെയാണ്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ഒക്കെയാണ്, പക്ഷേ ഇച്ചിരി ഓവറാണ്. ആ ഓവറും കൂടെ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നെവിൻ കൊള്ളാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ ആഴ്ച ജയിലിലേക്ക് ഇവിടെ എല്ലാം കൂടെ പറഞ്ഞു വിടാനാണ് സാധ്യത കൂടുതൽ. ഇനി ജയിലിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇടിയുണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതും അറിയില്ല. കാരണം ഇവരുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അനീഷും അനുമോളും ആണല്ലോ. അനീഷും അനുമോളും പറയാതെ ഇനിയിപ്പം ആര്യനെയും അക്ബറിനെയും അതുപോലെ നെവിനെയൊക്കെ ഈ ജയിലിലേക്ക് പറഞ്ഞു വിട്ടാൽ എന്തായിരുന്നു അവിടെ ഉണ്ടാകുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഏതായാലും ആഹാരത്തിൻ്റെ കാര്യത്തിൽ വൻ പ്രശ്നമാണ്. നെവിൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന അനുവാണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നേരെ ചൊവ്വേ ആഹാരം കൊടുക്കുന്നില്ല, ആഹാരത്തിൻ്റെ കാര്യം പറയുന്നത് കേട്ടില്ലേ, അവർ നേരെ എന്ത് ആഹാരം എടുത്താലും അവൾ ഇത് പറയും എന്നൊക്കെ പറയുന്നത് നെവിനാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കും, തിന്നിട്ട് പോടാ എന്ന് പറയുന്ന നെവിനെയും കാണാം. നെവിൻ്റെ ഇരട്ട മുഖം ഇവിടെ ആകെപ്പാടെ തെളിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഷാനവാഫ് പറയുന്നുണ്ട് ഇതെല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ, കാണട്ടെ എന്ന് പറയുന്ന ഷാനവാഫിനെയും കാണാം. ഓക്കെ ബൈ.